എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേ? അവളെന്തിനാ എന്നോട് ചൂടായേ? അല്ല, എന്നോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് ഓളെത്തിനാ പോയേ? അതൊരു വലിയ കഥയാ. എന്നാൽ പിന്നെ പറയാം. ഞാൻ ആ മുതലിനെ പോയി നോക്കട്ടെ. ഓ പുല്ല്, ഇങ്ങോട്ട് നോക്കടി പട്ടി. എന്താന്ന് വെച്ചാ പറഞ്ഞ് തൊലക്കടി നാറി. നീ പറയുന്ന ശാസിക്ക പ്രപ്പോസ് ചെയ്തേ നമ്മൾ ഐറനെയാണ്. അതിൻ്റെ കലിപ്പില കക്ഷി. അപ്പോയാ ആ പെണ്ണിൻ്റെ ഭാഗ്യത്തെ പൊക്കി പറഞ്ഞു നീ വന്നേ. ബെസ്റ്റ്. പ്രണയത്തിൻ്റെ ABCD അറിയാത്ത അവളെയാണോ ശാസിക്ക പ്രേമിച്ച്? ആദ്യം ഞെട്ടിയെങ്കിലും ഒരു പൊട്ടിച്ചേരിയോടെ റിനു ചോദിച്ചതുകൾക്ക് ക്ലാസ്സിലുള്ള എല്ലാവരും റിനുവിനെ നോക്കി. എന്നാലും എൻ്റെ ശാസിക്ക തേഞ്ഞല്ലോ. ലൈഫ് ലോങ് കൂടെ കൂട്ടാൻ പറ്റിയ മുതലെന്നെയാ പ്രേമിച്ച്. പ്രേമം, കല്യാണം എന്നീ രണ്ടും തൻ്റെ ലൈഫിലില്ലെന്ന് പാടി നടക്കുന്നവളെയാ ശാസിക്കാക്ക് പ്രണയിക്കാൻ കിട്ടിയുള്ളൂ. അയറ ക്യാൻറ്റീനിലാണെന്ന് കാണേ റിനുവും കൂട്ടരും അങ്ങോട്ട് ചെന്നു. പിന്നെ അയറയെ കാണുമ്പോൾ അവളെ ചൊറിയുക എന്നത് നമ്മൾ റിനുവിന് ഫറലായതുകൊണ്ട് തന്നെ അവൾ ഇതിന് തുടക്കമിട്ടു. ദേ റിനു, ഞാൻ ആകെ ദേഷ്യത്തിലാണ്. വെറുതെ ചൊല്ലാൻ നടക്കല്ലേ. എൻ്റെ മൂടിപ്പോൾ ശരിയല്ല. സോ നീയും കൂടെ ഇറങ്ങാറാക്കല്ലേ. അയറ പറഞ്ഞതുകൾക്ക് റിനു ഒന്ന് മൂളി. നിന്റെ ദേഷ്യം ഒന്ന് തണുക്കാൻ ഒരു ഐസ്ക്രീം വാങ്ങിയാലോ? ഡി, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തെന്ന് വെച്ച് നിനക്കെന്താ പ്രശ്നം? അവൻ നിന്നെ കയറി ഉമ്മിച്ചിട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഇഷ്ടം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിനക്കിത്ര ദേഷ്യം? ആ മുഖം കറുപ്പിച്ച് വെക്കാതെ നിനക്കൊന്ന് ചിരിച്ചൂടെ? ഐറയുടെ ദേഷ്യം മാറിയില്ലെന്ന് കാണെ റിനു കൈപ്പിട്ട് ചോദിച്ചതും ഐറ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കാരണം ഐറയ്ക്ക് നന്നായി അറിയാം, താൻ വേദനിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒന്നും തൻ്റെ റിനുവിന് ഇഷ്ടമില്ല. എപ്പോഴും തൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിൽക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇൻ്റർവെൽ ആയതും ക്യാൻറ്റീൻ നിറഞ്ഞിരുന്നു. പലരുടെയും കണ്ണുകൾ തനിക്ക് നേരെ നീളുന്നത് ഐറ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാകെ ദേഷ്യവും സങ്കടവും വന്നു. എല്ലാവരുടെയും നോട്ടം തനിക്ക് നേരെ നീളുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹേയ് ബേബ്. തനിക്ക് മുമ്പിലിരിക്കുന്ന ഷാസിനെ കാണാൻ ഐറ ദേഷ്യത്തോടെ അവനെ നോക്കി. നിർത്തിയ കഥം, നിന്റെ മറ്റടുത്ത കളി. എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ പെണ്ണിനെ കാണാൻ നല്ല മഞ്ച. ഉഫ്. ദേഷ്യപ്പെടുമ്പോൾ ചുവന്ന് തുടുക്കുന്ന നിന്റെ കവിൾ കാണുമ്പോൾ കടിച്ച് പറിക്കാൻ തോന്നും പെണ്ണ്. ചെറു പുഞ്ചിരി തൂക്കി നെഞ്ചിൽ കൈവച്ച് പറയുന്നതിനെ കാണാൻ ഐറ ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ബ്രോ. ഐറ പോയ വയ്യ നോക്കി നിൽക്കുമായിരുന്ന ഷാസ് റിനുവിൻ്റെ വിളി കേട്ട് അവളെ നോക്കി. നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഐറയെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ വെറുതെ ഒരു ടൈം പാസിനാണോ നിങ്ങൾ അവളെ പ്രണയിക്കുന്നത്? റിനുവിൻ്റെ കണ്ണുകൾ ഷാസിൻ്റെ കണ്ണിലേക്ക് നീണ്ടു. ആ കണ്ണിൽ തൻ്റെ ഐറയോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുന്നുണ്ടോ എന്നറിയാൻ. ഇന്നേ വരെ ഒരു പെണ്ണിനെയും സ്നേഹിക്കാതെ ഞാൻ ഐറയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ടൈം പാസിന് വേണ്ടിയല്ല മോളെ. ഈ ഷാസ് അവളെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ തള്ളയാക്കും ഞാൻ അവളെ. കണ്ണ് ചിമ്മി കാണിച്ച് പറയുന്നവനെ കാണെ റിനു ഒന്ന് പുഞ്ചിരിച്ചു. പ്രേമവും കല്യാണവും അവളെ നിഘണ്ടുവിലില്ലെന്ന നിലക്കാണ് അവളുടെ നടപ്പ്. അത് മാറ്റിയെടുത്താൽ ഇക്കാക്ക് അവളെ കിട്ടും. ഷാസിൻ്റെ പെണ്ണാണ് അവളെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണവും പ്രേമവും അവളുടെ നിഘണ്ടുവിൽ ചേർത്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. നിന്ന് തള്ളാതിങ്ങവാ, നിന്റെ ചിലവാണിന്ന്. പാച്ച് വിളിച്ചു പറഞ്ഞതുകൾക്ക് ഷാസ് അവരോട് ബൈ പറഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നടന്നു. എന്താന്ന് വെച്ചാൽ വാങ്ങി കഴിച്ചെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാടാ കോപ്പുകളെ എന്നെ വെറുപ്പിക്കുന്നേ? ഷാസ് പല്ല് കടിച്ച് തൻ്റെ ടീംസിനെ നോക്കിയതും പാച്ച് കണ്ണുകെട്ടി അവനെ നോക്കി. നിനക്ക് പ്രേമത്തെക്കുറിച്ചൊന്നും അറിയില്ല മോനെ. അതായത് അവളുടെ മനസ്സിൽ നീ സ്ഥാനം പിടിക്കുന്നതുവരെ നീ മറ്റുള്ള ഗേൾസിനോട് കൂടുതൽ അടുക്കാൻ പാടില്ല. അപ്പോൾ ഐറക്ക് തോന്നും ഗേൾസിനോടൊന്നും അധികം അടുക്കാത്ത നീ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ അത് ആത്മാർത്ഥമായിട്ടാണ് എന്ന്. പാച്ച് വലിയ ആളായി പറഞ്ഞതുകൾക്ക് ഷാസ് അത് പുച്ഛിച്ചു വിട്ടു. നല്ല പിള്ള ചമഞ്ഞിട്ടൊന്നും അവളുടെ മനസ്സിലൊരു സ്ഥാനം എനിക്ക് വേണ്ട. അല്ലാതെ തന്നെ ഐറ എൻ്റെ അടുത്ത് വന്ന് പറയും അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. കാത്തിരുന്നു. പാച്ചുവും കെവിനും പുച്ഛിച്ച് മുഖം തിരിച്ചിരുന്നു. കോളിംഗ് ബെൽ കേട്ടാണ് ചിന്നു സിറ്റ് ഔട്ടിലേക്ക് ചെന്നത്. പോലീസ് വേഷത്തിൽ അകത്തേക്ക് കയറുന്നയാളെ കാണെ അവൾ ചിരിയോടെ സല്യൂട്ട് അടിച്ചതും ആ പോലീസുകാരൻ്റെ ചുണ്ടുകൾ വിരിഞ്ഞു. എവിടെ എനിക്കുള്ളത്? കൈമലർത്തി ചോദിക്കുന്നവളെ കാണെ അയാളൊന്ന് തലക്കടിച്ച് അവളെ ദയനീയമായി നോക്കി. ചുണ്ട് വളച്ച് ഇപ്പം കരയുമെന്ന മട്ടേ നിൽക്കുന്ന ചിന്നുവിൻ്റെ തലക്കൊരു മേട്ടം കൊടുത്തയാൾ 2 ഗാലക്സി എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചതും സന്തോഷത്തോടെ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കവളിലൊരു മുത്തവും കൊടുത്ത് അകത്തേക്ക് ഓടിയതും അയാളൊന്ന് പുഞ്ചിരിച്ചു. രണ്ടും ഒറ്റയ്ക്ക് തിന്നാൻ നിൽക്കണ്ട, ഒന്ന് ദിലുവിനുള്ളതാ. കയ്യിലെ 2 ഗാലക്സിയും തൻ്റെ ഉമ്മക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ മറുപടിയാണിത്. ഞാൻ കൊടുക്കൂല. ഇത് ചിന്നുവിൻ്റെ പപ്പ ചിന്നുവിന് കൊണ്ടുവന്നതാ അല്ലേ പപ്പ? ചുണ്ടു ചുളുക്കി അവൾ അൻവറിനെ നോക്കി. അയാളൊരു ചിരിയോടെ മുളിയതും അവൾ സന്തോഷത്തോടെ മുകളിലേക്ക് ഓടി. ഡി മെല്ലെ താഴെ വീയും. സ്റ്റെയർ ഓടിക്കയറുന്നവളെ കാണെ അവളുടെ ഉമ്മ വിളിച്ചു പറഞ്ഞത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ഞാൻ ഫ്രഷായി വരുമ്പോഴേക്ക് കഴിക്കാൻ എടുത്തു വെക്കും. അൻവർ തൻ്റെ ഭാര്യയെ നോക്കി. എടുത്തു വെക്കാലോ തമ്പ്ര. അല്ല തമ്പുര എന്നെന്തേ നേരത്തെ എഴുന്നള്ളിയേ? എനിക്കെൻ്റെ മോളെ കാണാൻ പൂതിയായപ്പോൾ ഞാനിങ്ങ് പോയതാ. തമ്പുരാട്ടിക്ക് വല്ല പ്രോബ്ലമോ? ഞമ്മക്കെന്താ പ്രോബ്ലം? നിങ്ങളും നിങ്ങളുടെ ഒരു മോളും. റസിയ അൻവറിനെ പുച്ഛിച്ച് വിട്ടു. അപ്പം വന്നെന്നുള്ള ന്യൂസ് കിട്ടിയല്ലോ ഭാര്യൻ്റെയും മോളുടെയും അടുത്തുനിന്ന്. ഇതിൽ വാ പൊത്തി ചിരിച്ചോണ്ട് സ്റ്റെയർ ഇറങ്ങി വന്നു. എന്ത് ചെയ്യാനാ മോളെ, നിന്റെ മേമക്ക് ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നതിൽ അസൂയയാ.
അതെനിക്ക് മനസ്സിലായി. ആപ്പ വന്ന മോള് ചോക്ലേറ്റ്സ് കാണിച്ചു മേമ നിങ്ങളോട് വഴക്കിട്ടും നിങ്ങൾ വന്നത് അറിയിക്കും. ദിലു വാ പൊത്തി ചിരിച്ചു പറഞ്ഞതും എന്തോന്നടേ ഒന്ന് നന്നായിക്കൂടെ എന്ന് റസിയോട് പറഞ്ഞ് അൻവർ മുകളിലേക്ക് കയറിപ്പോയി. DGP അൻവർ മുബാറക്കിന്റെ റൂമിലേക്ക് പ്രവേശിക്കാവോ? ചിന്നു റൂമിലേക്ക് തലയിട്ട് ചോദിച്ചതും അൻവർ അവളെയൊന്ന് തലചരിച്ചു നോക്കി. ഇല്ലല്ലോ, കണ്ട വേസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല എൻ്റെ റൂം. അയാളൊരു ചിരിയോടെ പറഞ്ഞതും നമ്മളെ ചിന്നുവിൻ്റെ മുഖം വീർത്തു വന്നു. കിളവാ, നിങ്ങളാ വേസ്റ്റ്, ഞാനല്ല. മുഖം വീർപ്പിച്ച് പറഞ്ഞവൾ ബെഡിലേക്ക് കയറിയിരുന്നു. പോരട്ടെ, ഇന്ന് എന്തൊക്കെ നടന്നു എൻ്റെ മോളെ ലൈഫിൽ? അന്നത്തെ കാര്യം വള്ളി പുള്ളി തെറ്റാതെ അൻവറിനോട് അവൾ പറയാറുള്ളത് കൊണ്ട് തന്നെ അൻവർ അത് കേൾക്കാൻ റെഡിയായിരുന്നു. ഞാൻ ഇന്നൊരു ഇത്തയെ കണ്ടു പപ്പ, എന്ത് ഭംഗിയാണോ ഇത്തനെ കാണാൻ. ഉഫ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ത് പാടി, നീ പെമ്പിള്ളാരെ വായി നോക്കാൻ തുടങ്ങിയോ? കണ്ണുവിടർത്തി പറഞ്ഞവളെ അൻവർ കളിയാക്കി വിട്ടു. അതല്ല പപ്പ, ആ ഇത്താനെ ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ. എന്തോ എനിക്ക് ആ ഇത്താനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ഇത്താനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എന്നിട്ടോ? അല്ല, അതിന് അവളാരാ? അവളെ പേരെന്താ? അതൊന്നും എനിക്കറിയില്ല. പേര് പോലും അറിയില്ലെന്നോ? നാളെ ഞാൻ ആ ഇത്തൂനെ കണ്ടുപിടിച്ച് തരാം. നമുക്ക് ഈ വീട്ടിലെ മരുമോളാക്കിയാലോ ഇത്താനെ? ഒന്ന് കെട്ടിയിട്ട് തന്നെ മനുഷ്യന് സ്വസ്ഥതയില്ല. ഇനിയിപ്പോൾ അതിനെയും കൂടി കെട്ടാൻ എന്നെ കൊണ്ട് വയ്യ മോളെ. മുഖത്ത് നാണം വരുത്തി ഇളിച്ച് പറഞ്ഞവനെ കാണെ ചിന്നു പല്ല് കടിച്ചു. അയ്യാ, എന്താ കിളവൻ്റെ പൂതി. ഞാൻ എൻ്റെ ആങ്ങളമാരെ കൊണ്ട് കെട്ടിക്കുന്നതാ പറഞ്ഞേ. സൈനു ഷാസു അല്ലേ, നീ ചെന്ന് കാര്യം പറഞ്ഞാൽ മതി. ആ നിമിഷം അവർ ആ പെണ്ണിനെ കെട്ടും. ഒന്ന് പോയ പെണ്ണ്. ചിന്നുവിനെ നോക്കി പുച്ഛിച്ചയ ലാപ്പെടുത്ത് വർക്കിലേക്ക് മുഴുകി. മമ്മ, ഷാസിക്ക വന്നു. കാക്കുന് കുടിക്കാൻ വല്ലത് അടിക്കി. ചിന്നു അടുക്കളയിലേക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് സോഫയിലിരിക്കുന്ന ഷാസിന്റെ തലമുടിയൊന്ന് കോതിക്കൊടുത്തു. പതിവിലും വിപരീതമായി പ്രവർത്തിക്കുന്ന ചിന്നുവിനെ ഷാസൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്ത് പണിയാവും അവളുടെ ഈ സ്നേഹത്തിന് പിന്നിലെ രഹസ്യമെന്ന് ചിന്തിക്കുകയാണവൻ. എന്ത് പറ്റിയെന്റെ ചിന്നൂട്ടിക്ക്? എന്ത് പണി തരാനുള്ള സ്നേഹമായത്? ഷാസ് അവളെ നോക്കി പിരുകുയർത്തിയതും അവളൊന്ന് ഇളിച്ചു കാട്ടി. അത് പിന്നില്ലേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമെന്ന് സത്യം ചെയ്യ്. എന്നാ ഞാൻ കാര്യം പറയാം. എൻ്റെ പൊന്നു ഷാ, സത്യം ചെയ്യല്ലേ. ഏതോ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കേണ്ടി വരും നീ. സെയിൻ പറഞ്ഞത് കേൾക്കെ ഷാസ് അവനെ നോക്കി എന്താണ് കാര്യമെന്നറിയാൻ. നമ്മുടെ പുന്നാര പെങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഏതോ ഒരു സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകൊച്ചിനെ കണ്ടത് ഇവൾക്ക് അവളെ അങ്ങ് ഇഷ്ടമായി. ഇനി നീയോ ഞാനോ ആ കുട്ടിയെ കെട്ടി അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം പോലും. സെയിനൊന്ന് നെടുവീർപ്പെട്ടു. വല്ലാത്തൊരു ഇഷ്ടപ്പെടലായി പോയല്ലോടി നിൻ്റേത്. നീ നൈസായിട്ട് ഞങ്ങളുടെ കല്യാണം നടത്താതെ പോയി ഉറങ്ങാൻ നോക്കും. ചിലതിലൂ, നാളെ രണ്ടിന് ക്ലാസ്സിൽ പോകാനുള്ളതാ. നിന്ന് കിന്നാരം പറയാതെ പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടോ. ഷാസ് പറഞ്ഞതിനൊന്ന് മുകളിൽ കൊടുത്തവർ രണ്ടും മുകളിലേക്ക് കയറിപ്പോയി. ആപ്പേ, പപ്പ വിളിച്ചായിരുന്നു? വിളിച്ചു. പപ്പയുടെ താന്തോന്നി എന്തേ 12 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാത്തതെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ കയറിയില്ലെന്ന് പപ്പ എങ്ങനെ അറിഞ്ഞു? ഷാസ് പിരികുമേർത്തി ആപ്പയെയും സെയിനെയും തനിക്കുള്ള ജ്യൂസുമായി വരുന്ന മേമയെയും നോക്കി.